ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, നോക്കൂ, വായിച്ച ഓർമ്മയിൽ ആണ് എൻ്റെ ഈ ചോദ്യം. അതായത് 13 സെൻറ്റിമീറ്റർ മഴ ഒരിടത്ത് തുടരെ പെയ്താൽ അവിടെ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നാണ്. നമുക്ക് ഈ സമീപകാലത്താണ് ഈ ഉരുൾപൊട്ടൽ എന്ന വാക്ക് അതൊരു വേദനയായി തുടരെ ഇങ്ങനെ സംഭവിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഇന്ന് മലയാളിക്ക് ഒരു ശീലമാകുന്നത്? ഉരുൾപൊട്ടൽ രണ്ട് തരത്തിൽ നമുക്ക് പറയാം. ഒന്ന് ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പ്, ഇങ്ങനെ പല പേരുകളിൽ പറയാം. മണ്ണിടിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. മണ്ണ് അത് മഴയത്ത് തന്നെ നടക്കണമെന്നില്ല, മഴ കഴിഞ്ഞാലും മണ്ണിടിഞ്ഞു പോകാം. പക്ഷേ മഴയത്ത് മണ്ണും വെള്ളവും കല്ലും ഇതെല്ലാ സംവിധാനങ്ങളും കൂടി താഴേക്ക് വരുന്ന വളരെ അതിൻ്റെ അടുത്ത് സ്പീഡും ഉണ്ടായിരിക്കും, നല്ല വേഗതയുണ്ടായിരിക്കും, കാറ്റുണ്ടായിരിക്കും, മഴയുണ്ട്, വെള്ളമുണ്ട്, എല്ലാം കൂടി ഒരു സംഹാര താണ്ഡവമാടി താഴേക്ക് വരുന്ന ഒരവസ്ഥയാണ് ഈ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. വളരെ കൃത്യമാണ്. മഴ പോലെ തന്നെ, മഴ പ്രധാനമാണ്. ഈ പറഞ്ഞ പോലെ സെൻറ്റിമീറ്റർ കണക്കിലൊക്കെ പറയുന്ന മഴയെല്ലാം ഒരു കണക്കുകളുണ്ട്. പക്ഷേ അതിനെപ്പോലെ പ്രധാനമാണ് കേരളത്തിലെ ഉരുൾപൊട്ടലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഭൂമിയുടെ ചരിവ്. ഭൂമിയുടെ ചരിവ്, അതുപോലെ തന്നെ മഴ, അതുപോലെ തന്നെ അവിടുത്തെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ പിന്നെ എന്താണ് അവിടെ ചെയ്തിരിക്കുന്ന കൃഷിരീതികൾ. ഈ മലനാട്ടിൽ എവിടെയൊക്കെയാണോ ഇത് പൊട്ടിയിട്ടുള്ളത്, ഭയങ്കരമായി പൊട്ടിയിട്ടുള്ളത്, അവിടെയെല്ലാം അതിഭയങ്കരമായ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ നടന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചോദിക്കും, ഹ്യൂമൻ ഇൻ്റർവെൻഷൻ നടക്കാത്ത കാട്ടിനകത്ത് ഉരുൾപൊട്ടുന്നില്ലേ? കാട്ടിനകത്ത് ഉരുൾപൊട്ടുന്നുണ്ട്. പക്ഷേ കാടിനകത്ത് പൊട്ടുന്ന ഉരുൾപൊട്ടൽ, അതിനകത്ത് തന്നെ ആ മെക്കാനിസം കൊണ്ട് വളരെ കിലോമീറ്ററുകൾ ദൂരത്ത് പോകാതെ ആ മെക്കാനിസം കൊണ്ട് അവിടെ നിൽക്കും. അത് അല്ലാതെ കാട് മൊത്തം പൊട്ടിയെങ്കിൽ താഴെ വരാറില്ല. അത് ആ മെക്കാനിസത്തിനകത്ത് നിൽക്കും, ആ എക്കോസിസ്റ്റത്തിനകത്ത് നിൽക്കും. പക്ഷേ മനുഷ്യർ ഇടപെടുന്ന സ്ഥലങ്ങളിൽ മലകൾ, ഇപ്പോൾ ചൂരൽമല നമ്മൾ ഉദാഹരണം വെച്ച് തന്നെ പറയാം. ചൂരൽമലയും മുണ്ടകയിൽ 1700 മുതൽ 1800 മുതലുള്ള വലിയ കയ്യേറ്റമുണ്ട്. കയ്യേറ്റം എന്ന് പറഞ്ഞാൽ അത് കുടിയേറ്റമുണ്ട്, കയ്യേറ്റമുണ്ട്. പോർച്ചുഗീസുകാരുടെ കാലം മുതൽ 1500 മുതലാണ്, അതായത് 500 വർഷത്തെ വനം കയ്യേറ്റം കേരളത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ പോർച്ചുഗീസുകാർ വന്ന്, അവർ പക്ഷേ വലുതായിട്ട് കയ്യേറിയില്ല, അവർ കുരുമുളകൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. പിന്നെ റോമാക്കാരും വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടാണ് നിലമ്പൂർ കാടുകളിൽ വെട്ടി തേക്ക് വയ്ക്കുന്ന കാലം മുതൽ പ്ലാന്റേഷൻ വന്നു. പ്ലാന്റേഷൻ വേണ്ടോ എന്നുള്ളതൊരു ചർച്ച നമുക്ക് വേറെ ചെയ്യാം. പക്ഷേ പ്ലാന്റേഷനൊക്കെ വന്നപ്പോൾ നമ്മുടെ മലകളെയും നമ്മുടെ ഈ സംവിധാനങ്ങളെയും ഒക്കെ ഒന്ന് പിടിച്ച് കുലുക്കി. അപ്പോൾ ബഹുനിലകളിലുണ്ടായിരുന്ന ഏറ്റവും പൊക്കമുള്ള മരം അല്ലെങ്കിൽ വൃക്ഷം, അത് കഴിഞ്ഞ് തൊട്ട് താഴത്തത്, അത് കഴിഞ്ഞ് താഴെ പിന്നെ മുൾച്ചെടികൾ, ഷ്രബ് എന്നൊക്കെ പറയും, അത് കഴിഞ്ഞ് പുൽച്ചെടികൾ, പുല്ലുവർഗ്ഗം, ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ അവിടെയാണ് ശക്തമായ മഴ പെയ്താൽ ആദ്യത്തെ ലെയറിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ മഴത്തുള്ളിയുടെ ശക്തി കുറഞ്ഞ് അടുത്ത ലെയറിൽ വീണ് പുൽമേടിലെത്തുമ്പോൾ വളരെ ശക്തി കുറയും. അവിടെ അപ്പോൾ വെള്ളം അകത്തിറങ്ങാനൊക്കെ ഉള്ള സംവിധാനം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് അകത്തിറങ്ങുകയും പിന്നെ വേനലിലൊക്കെ ആകുമ്പോൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ സിസ്റ്റം ആകെ മാറി, വനത്തിൻ്റെ ഈ സിസ്റ്റം മുഴുവൻ മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? ഭൂമിയുടെ ചരിവ്, ശക്തമായ മഴ, ഭൂവിനിയോഗത്തിൽ വന്ന മാറ്റം, ഞാനീ പറഞ്ഞ പോലെ പിന്നെ വാട്ടർ ടേബിളിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, ഇതെല്ലാം കൂടി നീരട്ടി എന്ന് പറയുന്ന, ഞാൻ വാട്ടർ ടേബിളിൻ്റെ മറ്റൊരു പരത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള ട്രിഗറിങ് ഫാക്ടറും, അതിനെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്ന മഴ തന്നെയാണ്. മഴയാണ് ഇതിനെ വല്ലാതെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആ മഴ കൊണ്ടുപോകുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന മറ്റൊരുപാട് ഫാക്ടറുകളുണ്ട്. അശാസ്ത്രീയമായി നിർമ്മിക്കുന്ന കോറികൾ, അശാസ്ത്രീയമായി ഉണ്ടാക്കിയെടുക്കുന്ന റോഡുകൾ, ഇതെല്ലാം റിസോർട്ടുകൾ, ഇതെല്ലാം ഇതിനെ ട്രിഗർ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അപകടത്തിൻ്റെ വലിപ്പവും കൂടുന്നത്. ഇപ്പോൾ ആൾക്കാർ കൂടുതൽ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൂടുതൽ മരിക്കുന്നത് ഈ പാത്തിൽ, ഈ വഴിയിൽ ആളുകൾ ഒരുപാട് താമസിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ ഇടപെടലുകളുണ്ട്, ഭൂമിയുടെ ചരിവുണ്ട്, ഭൂവിനിയോഗ രീതികളുണ്ട്, മഴയുണ്ട്, ഇതെല്ലാം കൂടെ വരുന്ന ഒരു എക്കോസിസ്റ്റമാണ്. അപ്പോൾ കേരളത്തിലെ പിന്നെ വിവിധ താലൂക്കുകൾ, തിരുവനന്തപുരം നെടുമങ്ങാട് മുതൽ കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ നിരവധി താലൂക്കുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 10 ഡിഗ്രി കൂടുതൽ സ്ലോപ്പുള്ള കാര്യങ്ങൾ. പിന്നെ കൃഷ്ണരാജ് ചോദിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം, അതും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കൂടി ചർച്ച ചെയ്യാൻ നമുക്ക് സമയവും വരത്തില്ല. എന്താണെന്നറിയാമോ? ആലപ്പുഴയിൽ ചെയ്യുന്ന കാർഷിക പാറ്റേൺ രീതി തന്നെയാണ്. ഇപ്പോൾ തെങ്ങ് വയ്ക്കുക, കപ്പ വയ്ക്കുന്ന അതേ രീതി ആയിരിക്കും ഇടുക്കിയിലും ചെയ്യുന്നത്, അതേ രീതി തന്നെയാണ് വയനാട്ടിലും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് എങ്ങനെയാണോ വീട് വയ്ക്കുന്നത് അതേ പാറ്റേണിൽ തന്നെയാണ് വയനാട്ടിലും വീട് വെക്കുന്നത്, ഇടുക്കിയിലും വീട് വയ്ക്കുന്നത്. അപ്പോൾ മലനിരകളുടെ പാറ്റേണും കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള മെറ്റീരിയൽ ലോഡ് കയറ്റുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു നിർമ്മാണ രീതി വേറൊരു സ്ഥലത്തേക്ക് നിർമ്മാണ രീതി. വയനാടിൻ്റെയും ഒക്കെ പാറ്റേൺ എന്നത് ഒരുപക്ഷെ നോർത്ത് ഈസ്റ്റിൻ്റെ ആണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായ 2 ഇടങ്ങളല്ല.
മാത്രമല്ല അതിന് വേറൊരു പാറ്റേൺ ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണമേ പറ്റത്തുള്ളൂ, അതനുസരിച്ചുള്ള കാർഷിക പ്രവൃത്തി അവിടെ പറ്റുകയുള്ളൂ. അവിടെ നമ്മൾ നല്ല പ്രളയമുണ്ട്. 2018 പ്രളയം വന്നപ്പോൾ അന്ന് അവിടുത്തെ MLAയും MP മാരും മന്ത്രിമാരുമായിട്ടൊക്കെ ഇതുപോലത്തെ TV ഡിബേറ്റിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യം, അപ്പോൾ തിരിച്ച് എന്നോട് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, കപ്പ നടാൻ പറ്റില്ല, നിങ്ങൾ 20 ഡിഗ്രിക്ക് മുകളിൽ കപ്പ നട്ടാൽ മണ്ണൊലിപ്പെടുത്തുകൊണ്ട് പോകും, നിങ്ങൾ അതിൻ്റെ മുകളിൽ തെങ്ങ് വെച്ച് പിടിപ്പിച്ചാൽ അടുത്ത കാറ്റ് എടുത്തുകൊണ്ട് പോകും, അത് പറ്റില്ല. അപ്പോൾ എവിടെ ചെയ്യണം? താഴെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിറഞ്ഞ സ്ഥലത്തെ അത് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മലനിരയിൽ ചെയ്യേണ്ടത് വേറെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാർഷിക ഭൂവിനിയോഗ രീതികൾ, റോഡ് നിർമ്മാണ രീതികൾ, കെട്ടിട നിർമ്മാണ രീതികൾ, ഇതിലൊന്നും നമുക്കൊരു പ്രിപ്പയർഡ്നെസ്സും ഇല്ലെന്നേ. ഈ പ്രിപ്പയർഡ്നെസ് നമ്മൾ നടത്തണ്ടേ? നമുക്കിനി മൺസൂണിനെ, ഇങ്ങനത്തെ പഴയ മൺസൂണിനെ ആശ്രയിച്ചുള്ള കൃഷി രീതി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ലല്ലോ. അങ്ങ് ഈ വാക്കുകൾ പറയുമ്പോൾ ഓർത്തു പോകുന്നത് മാധവ് ഗാഡ്ഗിലിനെയാണ്.